പത്തനംതിട്ട പോക്സോ കേസിൽ 62 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പറഞ്ഞു എന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. കായിക താരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സന്നദ്ധ സംഘടനയോട് തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചതെന്നും CWC ചെയർമാൻ പറഞ്ഞു. മഹിളാ സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട്, ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപത്തിൻ്റെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറേ കൂടെ സൂപ്പർവിഷൻ ഇത് കുറേ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും അത് ആ ലെവലിലാണല്ലോ കുറേ കൂടെ മെച്ചപ്പെടുക. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത സമയത്ത് തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് അതിനകത്തൊരു സമയനഷ്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കാതെ തന്നെ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് സർക്കാർ സംവിധാനം, മിഷണറീസ് എല്ലാം നന്നായിട്ട് തന്നെ വിവരങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തതാണ് ഇപ്പോൾ ഈ കേസ് ഇത്ര വരെ മുന്നോട്ട് പോകാനുള്ള കാരണമായത്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട CWC ചെയർമാൻ പറയുന്നത് എന്താണ്? ഈ കുട്ടി തന്നെ അവരെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ബന്ധപ്പെടുകയായിരുന്നു. ഈ പേര് വിവരങ്ങളെല്ലാം തന്നെ കുട്ടി CWCക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണോ ചെയർമാൻ പറയുന്നത്? ദിവ്യ, ഈ മഹിളാ സമാഖ്യ സൊസൈറ്റി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലിടയ്ക്ക് ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സ്ഥലത്ത് ഇവർ സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നതിനിടെ അവരെ സമീപിക്കുകയും പെൺകുട്ടി അവരെ സമീപിക്കുകയും കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന തരത്തിൽ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി കുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് വിവരങ്ങൾ മഹിളാ സമാഖ്യ പ്രവർത്തകർ ശേഖരിക്കുകയുണ്ടായി. അതിനുശേഷം CWC വിവരം അറിയിക്കുകയും കുട്ടിയെയും അമ്മയും 2 ദിവസം CWCയുടെ ഒരു കൗൺസിലിംഗ് സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായത്. മനഃശാസ്ത്രജ്ഞരുടെ അടക്കം സാന്നിധ്യത്തിലാണ് കുട്ടിയുമായി CWC അധികൃതർ സംസാരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 60ഓളം പേരുടെ പേരുവിവരങ്ങൾ വ്യക്തമായി. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് 14-ാം വയസ്സിലാണ് കുട്ടിക്ക് ആദ്യമായി ഒരു ദുരനുഭവം കുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാളിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതിനുശേഷമാണ് പിന്നീട് കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് പരിശീലകരും അതോടൊപ്പം പരിശീലനം നടത്തിയിരുന്നവരുമടക്കം കുട്ടിയെ ദുരുപയോഗം ചെയ്തതായി കുട്ടി വെളിപ്പെടുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലും വെച്ച് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കുട്ടി വെളിപ്പെടുത്തി. ഏതാണ്ട് 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചു എന്ന വിവരമാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. കാര്യം, ഏതെങ്കിലും തരത്തിൽ ആ വീടുമായി ബന്ധമുള്ളവർ മാത്രമായിരിക്കും സ്വന്തം അച്ഛന്റെ ഫോണിൽ നമ്പർ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ 42ഓളം പേരുടെ നമ്പറുകൾ സ്വന്തം അച്ഛന്റെ ഫോണിൽ നിന്ന് തന്നെ കുട്ടി എടുത്തു നൽകുകയുണ്ടായി. അതോടൊപ്പം ഈ പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പെൺകുട്ടി പോലീസിനും CWC അധികൃതർക്കും കൈമാറിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം പരിശീലനത്തിനും വിവിധ കായിക മേളകളിലുമായി പെൺകുട്ടിയെ പങ്കെടുപ്പിക്കുന്നതിനായി കൊണ്ടുപോയപ്പോഴും ഒക്കെ ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു
ചെയ്തുവെന്ന് CWC അധികൃതരോട് പെൺകുട്ടി വെളിപ്പെടുത്തി. ഏതായാലും പോലീസും CWCയും വളരെ കാര്യക്ഷമമായാണ് കേസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നടക്കമുള്ള പ്രതികരണങ്ങൾ പോലീസ് നടത്തുകയുണ്ടായി. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ ഐഡന്റിഫൈ ചെയ്ത ആളുകളുടെ എല്ലാം തന്നെ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. അവരെല്ലാം അതായത് സ്ഥലങ്ങളിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ദിവ്യ. യെസ് നന്ദുഷ, ഇപ്പോൾ CWCയുടെ സുരക്ഷിതത്വത്തിലാണോ ഈ പെൺകുട്ടിയുള്ളത്? ഈ കുട്ടിക്ക് കൗൺസിലിംഗ് നടത്തി വരുന്നു എന്നാണോ ചെയർമാൻ പറഞ്ഞത്? തീർച്ചയായും ഇല്ല. നിലവിൽ CWCയുടെ സംരക്ഷണത്തിൽ തന്നെയാണ് കുട്ടിയുള്ളത്. അത് എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം പോലീസിന്റെ മൊഴിയെടുപ്പും കാര്യങ്ങൾക്കും ഒക്കെയായി തന്നെ പത്തനംതിട്ട DYSP ഓഫീസിലേക്ക് കുട്ടി എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ CWCയുടെ സംരക്ഷണത്തിൽ തന്നെയാണ് കുട്ടിയുള്ളത്. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്നും നാളെയുമായി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ദിവ്യ. യെസ്, CWC ചെയർമാന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഈ കുട്ടിയുമായി അടുപ്പമുള്ളവരും വീടിനടുത്തുള്ളവരും സഹപരിശീലകരും സഹപാഠികളും അടക്കം കുട്ടിയെ പലയിടത്തു നിന്നായി വെളിപ്പെടുത്തി എന്ന് കുട്ടി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പലരുടെയും ഫോൺ നമ്പറുകളും പേര് വിവരങ്ങളും സഹിതം ഈ കുട്ടി കൈമാറിയിട്ടുണ്ട്. ഈ കുട്ടിക്കും അമ്മയ്ക്കും ഇപ്പോൾ കൗൺസിലിംഗ് കൊടുത്തുവരികയാണ് എന്നാണ് ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്.